ഒരാൾ അയാളുടെ മകളെ മഴയിൽ നിന്ന് രക്ഷിക്കാനായി അയാളുടെ താടി തന്നെ ഒരു കൊട പോലെ വളർത്തിയിരുന്നു. കാരണം പണ്ടൊരു ദിവസം ആകാശത്ത് കൂടെ നിറയെ കൊടകൾ പറന്നുപോയി. ആ കൊടകളിൽ കൊട്ടകൾ കെട്ടിത്തൂക്കി അത് ഓരോ വീട്ടിലേക്കും കൂട്ടിലേക്കും പോയി. ഒരു വലിയ മീശയുള്ള ആളുടെ വീട്ടിലേക്കും ആ കൊട്ട പോയി. അയാൾ നോക്കിയപ്പോൾ അതിൽ മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. സഹതാപത്തോടെ ആ കുട്ടിയെ എടുത്ത് അയാൾ വളർത്തി. അതിനുശേഷം ആ ചെറിയ പെൺകുട്ടിക്ക് മഴ പേടിയായിരുന്നു. അവൾ എപ്പോഴും അച്ഛന്റെ താടിയുടെ അടിയിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ അവരുടെ നായക്കുട്ടി ഒരു വിചിത്ര ശബ്ദം കേട്ട് ജനാലയിലൂടെ പുറത്തേക്ക് ചാടി. മഴവെള്ളം പുതപ്പിൽ വീണപ്പോൾ അവൾ ഉണർന്നു. നായയെ കാണാതായതറിഞ്ഞ് അവൾ അച്ഛനെ വിളിച്ചു. രണ്ടുപേരും ചേർന്ന് മഴയിലൂടെ നായയെ തെരയാൻ തുടങ്ങി. അതിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവർ തകർന്നു പോയ ഒരു പാലത്തിന്റെ അടുത്തെത്തി. അപ്പോൾ ആ പെൺകുട്ടി അച്ഛന്റെ കൈവിട്ട് പാലത്തിന്റെ മേലെ കൂടെ ഓടി. എന്നാ ആ പാലം തകർന്നു വീണ് അവൾ താഴെ എത്തി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് അവൾ ഒളിച്ചിരുന്നു. അച്ഛൻ അവൾക്ക് ഒരു കൊട എറിഞ്ഞു കൊടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നാൽ അതേ സമയം ദൂരെ നായയുടെ ഒച്ച കേട്ടു. അതിനെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തിൽ അവൾ മുന്നോട്ടോടി. അവസാനം പുഴയുടെ മുകളിൽ ഒരു മരക്കൊമ്പിൽ കുടുങ്ങിയ നായയെയും മറ്റൊരു ചെറിയ നായക്കുട്ടിയെയും അവൾ കണ്ടു. അവരെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവളുടെ കൊട കൊമ്പിൽ കുടുങ്ങി. എന്നാൽ അവൾ അവളുടെ ജീവൻ പണയം വെച്ച് ആ രണ്ട് നായക്കുട്ടികളെയും രക്ഷിച്ചു. മഴയോടുള്ള പേടി മാറിയതോടെ അവൾ അച്ഛന്റെ കൊട പോലെയുള്ള താടി വെട്ടിക്കൊടുത്തു.